കൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. നമ്മുടെ കപ്പലിപ്പം പോർട്ടിലാണ്. സമയം ഇപ്പം ഏകദേശം രാവിലെ 7:30 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ടെയ്നർ ഷിപ്പിലെ ചീഫ് ഓഫീസറിന്റെ ഒരു ദിവസത്തെ ജോലികളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പോർട്ടിൽ എല്ലാ ദിവസവും ഇതേ ജോലികളായിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ഇതൊരു സാമ്പിളായിട്ട് മാത്രം കാണുക. അപ്പം നമുക്ക് വലിയ താമസമില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. അപ്പം അതോടൊപ്പം തന്നെ തലേദിവസത്തെ കുറച്ച് ബീഫ് മിച്ചമുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ് ഫ്രിഡ്ജിൽ വെപ്പിച്ചായിരുന്നു. അതും കൂടി ഒന്ന് ചൂടാക്കി സെറ്റാക്കിയിരുന്നു. അപ്പോൾ അതോടൊപ്പം ഞാൻ പറഞ്ഞത് പ്രകാരം ഉണ്ടാക്കി തന്ന ഒരു ഡബിൾ ഫ്രൈ കോഴിമുട്ടയും അവസാനമായിട്ട് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർന്നപ്പം നമ്മുടെ പ്രഭാത ഭക്ഷണം അത്യാവശ്യം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ റൂമിലേക്ക് തിരിച്ചെത്തിക്കുവാണ്. ഇനി നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറി ഇതുപോലെ ബോയ്ലർ സൂട്ടൊക്കെ ഇട്ട് നമുക്ക് ഡെക്കിലേക്ക് പോകാം. രാവിലെ തന്നെ ഓരോ പണികളൊക്കെ തുടങ്ങാം. ഇനി ലിഫ്റ്റ് പിടിച്ച് നമുക്ക് നേരെ ചേഞ്ചിങ് റൂമിലേക്ക് പോകാം. നമ്മുടെ കപ്പലിലെ സ്റ്റാഫ് സേഫ്റ്റി ഷൂസൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ച് ഡെക്കിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ മാസ്ക് മുഖ്യം ഇല്ലേ. ഇപ്പൊ നമുക്ക് ഡെക്കിലേക്ക് പോയേക്കാം. കപ്പലിന്റെ ഫണലിന് പെയിന്റ് അടിക്കുക എന്നൊരു ജോലിയാണ് ഞാൻ ബോസിന് കൊടുത്തത്. തലേ ദിവസം തന്നെ ഇതിനെപ്പറ്റി ഞാൻ ബോസിനോട് വിവരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അത്യാവശ്യം സ്റ്റേജിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെക്ക് ലെവലിൽ നിന്ന് 2 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലാണ് ജോലി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വർക്കിംഗ് അലോഫ്റ്റ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ആ വർക്ക് പെർമിറ്റൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ, അറേഞ്ച്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. കപ്പലിൽ കാർഗോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നിലത്തെ പെയിൻറ്റ് സ്റ്റോറിലൊന്ന് പോയി നോക്കാം. ബോസിന് നമ്മുടെ ഇന്നത്തെ ഫണൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയുള്ള പെയിൻറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പോയി നോക്കുവാണ്. ഇപ്പം ഞാൻ മുൻവശത്ത് എത്തിയപ്പോൾ തന്നെ ബോസിന് പെയിൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ റെഡിയാക്കി തിരിച്ച് ജോലി സ്ഥലത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എഞ്ചിൻ റൂമിനോടൊക്കെ ഇൻഫോം ചെയ്തു, വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ക്യാപ്റ്റന് ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ സൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെല്ലാം സൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2 പേരാണ് ആ സ്റ്റേജിങ്ങിൽ ഇരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗം മുഴുവൻ നമ്മൾ ഇന്ന് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടെയ്നർ ലോഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗാൻട്രി അവിടെ തൊട്ട് പുറകിലുള്ള സ്ഥലത്ത് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മങ്കി ഐലൻഡ് എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ഏകദേശം ഏറ്റവും ഉയരമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കപ്പലിൻ്റെ ആൻറ്റിന കാര്യങ്ങളെല്ലാം തന്നെ വെച്ചേക്കുന്നത്. മുൻവശത്തും ഇതുപോലെ ഗാൻട്രി വന്ന് ഹാച്ച് കവറൊക്കെ തുറന്ന് അവിടുന്ന് ലോഡിങ് ഡിസ്ചാർജിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കപ്പലിൻ്റെ പുകക്കുഴലാണ്. അപ്പോൾ മെയിൻ എഞ്ചിന് വേണ്ടി ഒരു വലിയൊരു പുകക്കുഴൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ജനറേറ്ററുകളും ബാക്കി മെഷീനറീസിനൊക്കെ ആയിട്ട് പലതരം പുകക്കുഴലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെക്കിലോട്ട് ഒരു റൗണ്ട് അടിച്ച് നോക്കാം. കാർഗോ വർക്ക്, അതായത് ലോഡിങ് ഡിസ്ചാർജിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. നമ്മുടെ ഈ ഒരു മർച്ചൻ്റ് ഷിപ്പ്, അതായത് ചരക്ക് കപ്പൽ ഓടുന്നത് തന്നെ ഒരു സ്ഥലത്തു നിന്ന് ഈ ഗുഡ്സ് കാര്യങ്ങളൊക്കെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ ലോഡിങ് ഡിസ്ചാർജിങ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഡ്യൂട്ടി ഓഫീസറും പുള്ളിയെ സഹായിക്കാനായിട്ട് 2 ക്രൂവും കാണും. ഞാൻ കപ്പലിൻ്റെ മുൻഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോഡിങ് ഡിസ്ചാർജിങ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് കപ്പലിനെ കെട്ടിയിട്ടേക്കുന്ന കയറിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കപ്പലിനെ പിടിച്ച് കെട്ടിയേക്കുന്ന കയറിൽ കൂടെ എലിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ റാറ്റ് ഗാർഡ് എന്നൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ പലപ്പോഴും ഈ കയറിൽ നിന്ന് ഇതിങ്ങ് മാറിക്കിടക്കും. അപ്പോൾ നമ്മൾ ഈ റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് വന്ന് ഈ റാറ്റ് ഗാർഡ്സൊക്കെ പ്രോപ്പറായിട്ട് വെക്കാറുണ്ട്. നിയമപരമായിട്ട് ഈ സാധനം ഇട്ടില്ലെങ്കിൽ, റാറ്റ് ഗാർഡ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പം പുറത്തുനിന്നുള്ള അതോറിറ്റീസൊക്കെ നമ്മളൊക്കെ ഫൈൻ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ കൂടെ നീർനായയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കയറിൻ്റെ കണ്ടീഷനൊക്കെ ഡ്യൂട്ടി ഓഫീസറും പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഹൈ ടെറൻസ്. ഇപ്പോൾ കണ്ടത് നമ്മുടെ ഡ്യൂട്ടി ഓഫീസറിനെ സഹായിക്കാനുള്ള ഒരു ഏബിൾ ബോഡിഡ് സീമാനെയാണ്.
ഈ ലോഡിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് നടക്കുന്ന ടൈമിൽ നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ താഴെയൊന്നും പോയി നിൽക്കാറില്ല. കാരണം എപ്പോഴാണ് അത് സാധനം താഴോട്ട് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാറുള്ളൂ. പല അപകടങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ തന്നെ ലോക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഇത് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഈ കണ്ടെയ്നർ പൊക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് ആ ലോക്കൊക്കെ ചിലപ്പോൾ ഉരുണ്ട് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കണം. അതുപോലെ ഈ ഹാച്ച് കവറൊക്കെ കാലിയായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ ഈ നമ്മൾ കണ്ടെയ്നർ വെക്കുന്ന ISO സോക്കറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ കണ്ടെയ്നറൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇതുപോലെ കാലിയായിട്ടുള്ള സമയത്ത് ചെറിയൊരു ജിറ്റിയൊക്കെ ആയിട്ട് വന്ന് ഇതിൻ്റെ കണ്ടീഷനെ സംശയമുള്ളവർത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പം കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി സേഫ്റ്റി ഗോഗിൾസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചിപ്പിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേപ്പറിൽ അതിൻ്റെ പ്ലാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. പിന്നീട് നമ്മൾ സെയിലിങ്ങിൻ്റെ ടൈമിൽ ഹോട്ട് വർക്ക്, അതായത് നമ്മുടെ ഫിറ്ററിനെ വിളിച്ചിട്ട് അത് ക്രോപ്പ് ചെയ്ത് വേറെ പുതിയതായിട്ടുള്ള ഒരു സോക്കറ്റൊക്കെ വെൽഡ് ചെയ്ത് വെക്കും. മുൻപേ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഡ്യൂട്ടി ഓഫീസറാണ് കാർഗോ വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ 6 on 6 off എന്ന ഷിഫ്റ്റിലാണ് അവർ ചെയ്യുന്നത്. അപ്പം രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 വരെ തേർഡ് ഓഫീസറും ഉച്ചയ്ക്ക് 12 തൊട്ട് വൈകിട്ട് 6 വരെ സെക്കൻഡ് ഓഫീസറുമാണ് ചെയ്യുന്നത്. അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. Hi Ted. Hi sir, how are you? I'm good. How are you? I'm fine. Any refills loaded here? No refills loaded. Okay. Not yet. Okay. Thank you. ഈ കാർഗോ വർക്കിൻ്റെ ഫുൾ മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് ഓഫീസറിൻ്റെ ജോലിയാണ്, അതായത് എൻ്റെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവരെന്നെ വിളിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ആണ് പറയുന്നത്. ഡ്യൂട്ടി ഓഫീസറിനോട് പറയും. അത് അവർ അവരുടെ കൂടെയുള്ള ക്രൂവിനോടൊക്കെ പറഞ്ഞ് അതേപടി ഫോളോ ചെയ്യും. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി. നമ്മുടെ സ്റ്റേജിങ്ങിലുള്ള പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി താഴെ നിന്ന് ഇതുപോലെ എക്സ്റ്റൻഷൻ പോളൊക്കെ വെച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഡ്യൂട്ടി ഓഫീസറിനെ സഹായിക്കുന്ന രണ്ടാമത്തെ ഒരാളാണ് ഗ്യാങ് വേയിൽ, അതായത് കപ്പലിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസിൽ ഇതുപോലെ വാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിയാണ് ആരെങ്കിലും നമ്മുടെ അകത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ പേര് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പോൾ കഴിച്ചേച്ച് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ഓഫീസർ മെസ് റൂമിൽ വന്നിരിക്കുവാണ്. ഞായറാഴ്ചകളിൽ ബിരിയാണി ആണെങ്കിൽ ബാക്കി ദിവസങ്ങളിൽ സാധാരണ ചോറും കറികളൊക്കെയാണ്. അപ്പോൾ ചോറും നല്ല മീൻ വറുത്തതും അതിനോടൊപ്പം തന്നെ കുറച്ച് പയറ് മെഴുക്ക് വരട്ടിയും ഉണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പരിപ്പിയാറാണെങ്കിൽ അപൂർവം ചില ദിവസങ്ങളിൽ ഈ പരിപ്പിയാറിനോടൊപ്പം തന്നെ രസവും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. അതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് സിട്രസ് ഫ്രൂട്ടാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കപ്പലിലെ ലഞ്ച് ടൈം 12 തൊട്ട് 1 മണി വരെയാണ്. അപ്പോൾ ഈ ഉച്ചക്കത്തെ ഊണിന് ശേഷം കുറച്ച് നേരം നമ്മൾ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കും. ഇനി 1 മണിയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് ഷിപ്സ് ഓഫീസിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് കപ്പലിൻ്റെ ഷിപ്സ് ഓഫീസിലാണ്. നമ്മളിപ്പോൾ കപ്പൽ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഞാൻ ഇവിടെയാണ് എൻ്റെ സമയം ചിലവഴിക്കുന്നത്. ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ പേര് ലോഡിക്കേറ്റർ എന്നാണ്. ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും അത് മോണിറ്റർ ചെയ്യും കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ലോഡിക്കേറ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഇപ്പം പോർട്ടിൽ കപ്പൽ എത്തിക്കഴിയുമ്പം അവിടുത്തെ പ്ലാനേഴ്സ്, ടെർമിനലിൻ്റെ പ്ലാനർ ലോഡിംഗ് പ്ലാന് കൊണ്ടുവന്ന് തരും. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് പല പോർട്ടിലും അവർ ഇമെയിലിലോട്ട് അയച്ചു തരുവാണ്. കപ്പലിൻ്റെ ഇമെയിൽ സിസ്റ്റം ഉണ്ട്, അതിലോട്ട് അയച്ചു തരും. പക്ഷേ അമേരിക്ക പോലുള്ള ചില പോർട്ടുകളിൽ ഇതുപോലെ പെൻഡ്രൈവിൽ അവർ കൊണ്ടുവന്ന് തരും. ഇപ്പം ഒരു പ്ലാൻ കൊണ്ടുവരും. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പെൻഡ്രൈവ് പ്ലാൻ കൊണ്ട് ഇവിടെ നമ്മുടെ ഗ്യാങ് വേയിൽ കൊടുത്തു വിടും. അവരാരും അകത്തോട്ട് വരാറില്ല കൊറോണ പേടിച്ചിട്ട്. അപ്പം നല്ല അടിപൊളി ലുക്കൊക്കെയാണ് പെൻഡ്രൈവിന്. പക്ഷേ 120 MB ഉള്ളൂ. അപ്പോൾ ഈ ലോഡിംഗ് പ്ലാൻ നമുക്ക് ലോഡ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കപ്പലിന് എത്രമാത്രം സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. ഷിയറിംഗ് ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ടോർഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അതൊന്നും 100% കൂടുതലൊന്നും ആകാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില സമയങ്ങളിൽ അത് കൂടുതൽ വരാറുണ്ട്. ഇപ്പം നമ്മൾ കണ്ടെയ്നർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമുക്ക് വെള്ളം നമ്മുടെ ടാങ്കിലൊക്കെ നിറച്ച് അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. നമുക്ക് കപ്പൽ മുൻവശം, നടുവശം, പുറകുവശമൊക്കെ എത്രമാത്രം മുങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം നേരത്തെ തന്നെ അറിയാൻ പറ്റും. അതുപോലെ മെട്രാസെൻട്രിക് ഹൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ഇതൊന്നും ചെക്ക് ചെയ്യാതെ എല്ലാം പ്രോപ്പറാകാതെ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കടലിലോട്ട് പോകുമ്പം കപ്പൽ മറിയാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മിനിമം സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് എപ്പോഴും കൂടുതലായിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ലോഡിക്കേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ ഹോൾഡിനകത്തും അതുപോലെ ഹാച്ച് കവറിൻ്റെ മുകളിലൊക്കെ എന്തേലും കാർഗോ ഉണ്ടെന്ന്, അതായത് ഗുഡ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് ഹാച്ച് കവറാണ്. അപ്പോൾ ഇത് കാർഗോ ഹോൾഡാണ്. അപ്പോൾ ഉള്ളിൽ ഇത്രയും കണ്ടെയ്നർ അവർ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാച്ച് കവറിന് മുകളിൽ ഇത്രയും കണ്ടെയ്നേഴ്സ് അവർ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ പലതരം കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു പർട്ടിക്കുലർ പോർട്ടിലെ ഡിസ്ചാർജിങ് ആണ് ഈ പിങ്ക് കളർ. മഞ്ഞ, യെല്ലോ കളർ വേറൊരു പോർട്ടിലാണ്. അങ്ങനെ പലതരം പോർട്ടിന് വേണ്ടി
കണ്ടെയ്നറും പല ഹോളിൽ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലെല്ലാം ചൈന, അതുപോലെ ഈ സൈഡിൽ കാണുന്നത് സിംഗപ്പൂർ, അതുപോലെ ഇവിടെ കൊളംബോ. അങ്ങനെ ഓരോ രീതിയിലാണ് അവർ ക്രമീകരിച്ചേക്കുന്നത്. നമ്മുടെ കപ്പൽ ആദ്യം ചൈനയിൽ ചെല്ലുമ്പം ഈ കണ്ടെയ്നറെല്ലാം ഡിസ്ചാർജ് ആയി പോവും. പിന്നെ ബോംബെ ചെല്ലുമ്പം ഈ സെൻറ്ററിൽ എല്ലാം ഡിസ്ചാർജ് ആവും. അങ്ങനെ പ്രോപ്പറായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കപ്പൽ എത്രമാത്രം മുൻവശം മുങ്ങി നിൽക്കുന്നു എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 8.5 മീറ്റർ കപ്പലിൻ്റെ മുൻവശം മുങ്ങി നിൽക്കുമ്പം കപ്പലിൻ്റെ പുറകുവശം 11.1 മീറ്ററാണ് മുങ്ങി നിൽക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കപ്പലിൻ്റെ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കും. ഈ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം ബലാസ്റ്റ് ടാങ്കുകളാണ്, കടലിൽ നിന്നുള്ള വെള്ളമാണ് ഇതിനകത്ത് ഇടുന്നത്. അതുപോലെ ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന ടാങ്കുകളൊക്കെ നമ്മുടെ ഫ്യൂൽ ടാങ്കാണ്, കപ്പൽ ഓടാൻ ആവശ്യമുള്ള ഫ്യൂലാണ് ഇതിൽ നിറയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ബലാസ്റ്റിൻ്റെ ഒക്കെ ലൈൻസ്, ഓരോരോ ടാങ്കുകളാണ് ഈ കാണുന്നത്. അപ്പം ആവശ്യം അനുസരിച്ച് നമ്മൾ ഈ ടാങ്കുകളിലൊക്കെ ഈ പമ്പ് വെച്ചിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കാർഗോ ഹോൾഡിനകത്തും ഹാച്ച് കവറിൻ്റെ മുകളിലൊക്കെ കുറച്ച് സ്റ്റാക്ക് വെയിറ്റ് എന്നൊരു സംഭവമുണ്ട്. അതായത് അവർ പറയുന്ന അത്രയും വെയിറ്റ് കൂടുതൽ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാർഗോ ഹോൾഡ് ഒരു പ്രത്യേക സ്ഥലത്ത് 100 ടണ്ണായിരിക്കും നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കുക. അവിടെ ഇപ്പം അവർ 120 ടണ്ണൊക്കെ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വരുന്ന പ്ലാനിൽ നിന്ന് അവർ ലോഡ് ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ വെയിറ്റൊക്കെ പ്രോപ്പറാണോ, അത് 100 ടണ്ണിൽ, അതായത് അവർ പറയുന്ന നമുക്ക് അനുവദനീയമായ ആ ഒരു ലിമിറ്റിൽ താഴെ തന്നെയാണോ നിൽക്കുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ജോലിയാണ്. അതുപോലെ നമുക്ക് പലപ്പോഴും ഡേഞ്ചറസ് ഗുഡ്സ് കപ്പലിൽ ലോഡ് ചെയ്യാറുണ്ട്. പലതരം ക്ലാസ്സസിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്. നമ്മൾ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, സോളിഡ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും 2 തരം ഡേഞ്ചറസ് ഗുഡ്സ് ഒരുമിച്ച് ലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ ചില കേസിൽ അവർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അവിടെ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ആ ഒരു ലൊക്കേഷൻ മാറ്റാൻ നമ്മൾ ശ്രമിക്കും. മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും A to Z ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എല്ലാം പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ അപ്രൂവൽ കൊടുക്കുന്നു. അതിനുശേഷമാണ് അവർ കണ്ടെയ്നർ ലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചകഴിഞ്ഞായപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത 1.5 മാസത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഈ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തായിരുന്നു. ക്യാപ്റ്റനാണ് ഇതെല്ലാം ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ചീഫ് കുക്കിൻ്റെ ആവശ്യപ്രകാരമുള്ള ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്താണ് വന്നേക്കുന്നത്. അപ്പം തേങ്ങ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചമ്മന്തി അരയ്ക്കാനാണ്. അല്ലാതെ ഈ കപ്പലിൽ അങ്ങനെ തോരന കാര്യങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. കൂടുതലും ഒരു പുഴുങ്ങിയ സ്റ്റൈലാണ്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സവാള. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്തൊരു 1.5 മാസത്തേക്ക് ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ പ്രൊവിഷൻ എടുക്കുന്നത് സിംഗപ്പൂരോ ഒക്കെ ചെന്നിട്ടാണ്. അപ്പോൾ അതുവരെയുള്ള സ്റ്റോക്കാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള സ്വീറ്റ്സാണ്, ലഡുവാണ്. അപ്പം ചെറുതായിട്ടുള്ളൊരു ഫുഡ് ഇൻസ്പെക്ടർ എന്ന റോളിൽ ഞാൻ ജസ്റ്റ് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ചെറിയൊരു ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു. അതിനുശേഷം ഇതുപോലൊരു ട്രോളിയിൽ നേരെ കൊണ്ടുപോകുന്നത് പ്രൊവിഷൻ സ്റ്റോറിലേക്കാണ്. അപ്പോൾ ഡെക്കിലെയും നമ്മുടെ എഞ്ചിൻ റൂമിലെയും സ്റ്റാഫ് എല്ലാം കൂടിയാണ് ഈ പ്രൊവിഷൻ പോക്കുന്നത്. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ നിന്ന് നമ്മുടെ ചീഫ് കുക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് അതത് സ്ഥലങ്ങളിൽ, നേരത്തെ ഒരു ഷിപ്പ് ടൂറിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഈ കപ്പലിലെ വെജിറ്റബിൾ റൂം, മിൽക്ക് റൂം, ഫിഷ് റൂം, മീറ്റ് റൂം, അപ്പോൾ അങ്ങനെ 4 സെപ്പറേറ്റ് റൂംസ് ഉണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അതത് റൂമുകളിലേക്കാണ് ഇപ്പം ചീഫ് കുക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഈ തണുപ്പത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് പോകേണ്ടത് കപ്പൽ ഓടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിലേക്കാണ്. അത് ഏറ്റവും മേളിലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ എ ഡെക്കിൽ നിന്ന് ലിഫ്റ്റ് പിടിച്ച് നേരെ എഫ് ഡെക്കിലേക്ക് പോകാം. അവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് നടന്നാണ് നമുക്ക് അവിടെ ബ്രിഡ്ജിലെത്തേണ്ടത്. അങ്ങനെ അവസരം നമ്മൾ നാവിഗേഷണൽ ബ്രിഡ്ജിലെത്തി. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏകദേശം 3-3:30 നമുക്കൊരു കട്ടൻ കാപ്പി കുടിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ കപ്പൽ ഓടിക്കുന്ന വീഡിയോയിൽ കാണിച്ച ആ സ്പെഷ്യൽ കട്ടൻ കാപ്പിപ്പൊടിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അപ്പം കെറ്റിൽ നിന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി നമ്മുടെ കട്ടൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുടിക്കാം. ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അമേരിക്കയിലാണെങ്കിലും ഇതുപോലെ സ്വസ്ഥമായിട്ട് വീട്ടിലെ ഫീലോടെ കട്ടൻ കാപ്പി കുടിക്കാം. പല വീഡിയോസിലും നമ്മുടെ കപ്പലിൻ്റെ അകമെല്ലാം കാണിച്ചു. ഇനി നമ്മൾ കപ്പലിൻ്റെ പുറത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ കപ്പലിൻ്റെ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇതുപോലെ ഒരു അക്കോമഡേഷൻ ലാഡർ അല്ലെങ്കിൽ ഗാങ് വേ എന്ന് പറഞ്ഞ ഈ ഒരു ലാഡർ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ പുറത്തോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കപ്പലിന് മുൻഭാഗം, നടുഭാഗം, പുറകുഭാഗം ഒക്കെ എത്രമാത്രം മുങ്ങിയിരിക്കുന്നെന്ന് കപ്പൽ ഒരു പോർട്ടിൽ എത്തുമ്പോഴും അതുപോലെ ലോഡിംഗ് ഡിസ്ചാർജിങ് എല്ലാം കഴിഞ്ഞ് കപ്പൽ പോകുന്ന സമയത്തും എനിക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്.
കാരണം ഒരു 10 മീറ്റർ മുങ്ങിയിരിക്കുന്ന കപ്പലിനെ 9 മീറ്ററും ഉള്ള സ്ഥലത്തൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിയിടിക്കും. ഇപ്പോൾ ലോഡിങ് ഡിസ്ചാർജിങ് എല്ലാം കഴിയുന്ന സമയത്ത് വളരെ തിരക്കായിരിക്കും. ചിലപ്പോഴൊക്കെ അത് രാത്രിയാവും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊന്നും സമയവും സാവകാശവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കപ്പലിനെ പിടിച്ച് കെട്ടിക്കുന്ന കയറുകൾ പല കയറുകളുണ്ട്. ഇത് സ്പ്രിംഗ് ഡ്രോപ്പ് എന്ന് പറയും. ഇവിടെ 2 എണ്ണം കാണാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കപ്പലിൻ്റെ പുറകിലത്തെ ഡ്രാഫ്റ്റ് മാർക്കാണ്. അത് അത്ര ക്ലിയർ അല്ല, കാരണം ആ ഒരു കപ്പൽ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ വീഡിയോയ്ക്കകത്ത് അത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ മുൻവശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ മാർക്കിങ്സ് കാണിക്കാം. അപ്പം നേരത്തെ ആ ഒരു റാഡ് ഗാർഡൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ മിസ്പ്ലേസ്ഡ് ആണ്. ഇനി മേളിൽ പോകുമ്പം അവരോട് പറഞ്ഞ് കറക്റ്റ് റോപ്പിൽ വരുത്തണം. പുറകിൽ സാധാരണയായിട്ട് 4 കയർ വെച്ചാണ് കെട്ടുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് കാറ്റൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഒരു കയറും കൂടെ കൂട്ടി 5 കയർ സ്റ്റേൺ റോപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഇപ്പം പുറകിൽ 5ഉം മുമ്പ് കണ്ട 2 സ്പ്രിങ്ങും കൂടെ കൂടി 7 കയർ വെച്ചാണ് കപ്പലിൻ്റെ പുറകുവശം കെട്ടിയേക്കുന്നത്. അത്രയും തന്നെ കയർ മുൻവശത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കപ്പലെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ലാഡർ നമ്മൾ ജെട്ടിയിലോട്ട് ഇതുപോലെ വെക്കുമ്പം ആൾക്കാർ നടന്നു വരുന്നവർ അതിനകത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സേഫ്റ്റി നെറ്റ് നമ്മൾ റിഗ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കപ്പലിൻ്റെ ലോഡ് ലൈൻ മാർക്സ് ആണ്. അതായത് കപ്പലിനെ എത്രമാത്രം നമുക്ക് ലോഡ് ചെയ്യാം എന്നുള്ളത് ഇതിൽ നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ലോകത്തിനെ തന്നെ പലതരം സോണുകളായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ കപ്പലുള്ളത് സമ്മർ സോണിലാണ്. അപ്പം സമ്മർ സോണിൽ 14 മീറ്ററോളം നമ്മുടെ കപ്പലിന് ലോഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള മാർക്കിങ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡിങ് പ്രശ്നങ്ങളൊക്കെ ആവും. നമ്മുടെ ഇവിടെ ടിപ്പർ ലോറിയൊക്കെ ഓവർലോഡ് ചെയ്യുന്നതിന് പോലീസ് പിടിക്കുന്ന പോലെ നമ്മുടെ കപ്പലിനെയും വേണമെങ്കിൽ പോലീസ് പിടിച്ചെന്നിരിക്കും. നമ്മൾ കപ്പലിൻ്റെ ഏകദേശം നടുഭാഗം എത്തി. ഇനി നമ്മുടെ മുൻവശം പോയി നോക്കാം എന്നാ സംഭവം എന്ന്. കപ്പലിനെ കയറ് വെച്ച് കെട്ടുന്ന വലിയ ബൊലാഡ്സാണ് ഈ കാണുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബൊലാഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈസുണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്രയും വലിയ യമണ്ടൻ കപ്പലിനെയൊക്കെ പിടിച്ച് കെട്ടാൻ ഇവന്മാരെ പോലെ കുറേ ബൊലാഡ്സ് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് നമ്മൾ എത്തിയേക്കുവാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു കുറച്ച് എഴുത്തുകൾ കാണാം. അതിന് ഡ്രാഫ്റ്റ് മാർക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കിയാണ് നമ്മുടെ കപ്പൽ എത്രമാത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻവശത്തും കുറച്ചപ്പുറം മാറിയൊക്കെ കുറേ കപ്പലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് നമുക്ക് തിരിച്ച് പുറകിലോട്ട് തന്നെ പോയേക്കാം. ഇനി റൂമിൽ പോയിട്ട് കുളിയും ജപമെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി ചെയ്തു തീർക്കാൻ. ഹായ് ജിനു. गुड इवनिंग चीफ. गुड इवनिंग. क्या स्पेशल है आज? आज डोसा स्पेशल है. ठीक है. चिकन डोसा, एग डोसा, मसाला डोसा, मिक्स डोसा, व्हाट यू नीड. एक चिकन डोसा और एक मिक्स डोसा. ओके 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 ഓക്കെ ചലോ. കപ്പലിൻ്റെ ഡിന്നർ ടൈമിങ് വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയാണ്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും വൈകിട്ടത്തെ ഭക്ഷണം ചപ്പാത്തിയാണ്. എന്നാൽ ഇന്ത്യക്കാരുള്ള ചില കമ്പനികളുടെ ഷിപ്പുകളിൽ ഇതുപോലെ ഒരു 1-2 ആഴ്ചകളിൽ ഒരു ദിവസം ഒരു തട്ടുകട സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യപ്രകാരം നമ്മുടെ ദോശ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. അപ്പം ചീഫ് കുക്ക് പറഞ്ഞതുപോലെ പലതരം വെറൈറ്റി ദോശകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും മിക്സ് ദോശയാണ്, അതായത് എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചിട്ടുള്ള ഒരു മിക്സ് ദോശയാണ് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ദോശയുടെ ഒപ്പം സാമ്പാർ, ചമ്മന്തി എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയാണ് അവർ തരാറുള്ളത്. ഇപ്പോൾ ബാക്കി ഭക്ഷണകാര്യങ്ങളിൽ നമ്മുടെ മസാല പൊടിച്ച ഐറ്റംസ് ഒന്നും ബാക്കി നാഷണാലിറ്റീസ്, അതായത് റഷ്യക്കാർ അങ്ങനെയുള്ള ബാക്കി വേറെ രാജ്യക്കാരായ ആൾക്കാർക്ക് പിടിക്കത്തില്ലല്ലോ. എന്നാൽ ദോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അവർക്ക് ദോശയൊക്കെ വളരെ ഇഷ്ടമാണ്. റഷ്യക്കാരൻ സെക്കൻഡ് എഞ്ചിനീയറാണ് എൻ്റെ ഇടതുവശത്ത് ഇരുന്ന് ദോശയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നത്. ഇവനെന്താ അത്താഴം കഴിഞ്ഞ് കഥയെഴുത്താണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെയല്ല. ഞാൻ ചീഫ് ഓഫീസറിൻ്റെ നൈറ്റ് ഓർഡർ എഴുതുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 6 ഓൺ 6 ഓഫ് ചെയ്യുന്ന കാർഗോ വാച്ച് ചെയ്യുന്ന സെക്കൻഡ് ഓഫീസറിനും തേർഡ് ഓഫീസറിനും രാത്രിയിൽ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് വന്ന് വായിച്ചിട്ട് ഒപ്പിട്ട് അത് പാലിക്കും. ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊരു ഓഫീസ് ജോലി പോലെ നല്ല സുഖമാണല്ലോ, 8 മണിക്ക് എഴുന്നേറ്റ് വന്ന് കുറച്ച് ജോലിയൊക്കെ എടുത്ത് വൈകിട്ട് 3 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിട്ട് നേരെ കിടന്ന് ഉറങ്ങാമല്ലോ എന്ന്. എന്നാൽ എപ്പോഴും ഇതേ അവസ്ഥ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ അമേരിക്കൻ പോർട്ടുകളിൽ കാർഗോ ഓപ്പറേഷൻസ് ഒക്കെ വളരെ സ്ലോ ആയതുകൊണ്ട് 5-6 ദിവസമൊക്കെ ചിലപ്പോൾ കപ്പൽ ഇവിടെ കിടന്നിരിക്കും. എന്നാൽ ഏഷ്യൻ പോർട്ട്സിലോട്ട് വരുമ്പം അവസ്ഥ നേരെ മറിച്ചാണ്. വളരെ ഫാസ്റ്റാണ്. മിക്കപ്പോഴും അർദ്ധരാത്രിയിലൊക്കെ കാർഗോ
തീർന്ന്, അതായത് ലോഡിംഗ് ഡിസ്ചാർജിങ് ഒക്കെ കഴിഞ്ഞ് കപ്പൽ സെയിൽ ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെ സെയിലിങ്ങിൻ്റെ ടൈമിൽ ഡെക്കിലെ എല്ലാ സ്റ്റാഫും അവിടെ ചെല്ലേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ഓഫ് ടൈമാണ്, ഉറങ്ങേണ്ട സമയമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് ഇതുപോലെ കപ്പൽ പോകുന്ന സമയത്തെല്ലാം നിന്ന് അവസാനം അതെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആകുമ്പം തിരിച്ച് നമ്മുടെ 4 മണിക്കത്തെ ഡ്യൂട്ടി സ്റ്റാർട്ടാകാറുണ്ട്. ചില സമയത്ത് ലോഡിംഗ് ഡിസ്ചാർജിങ്ങിൻ്റെ ടൈമിൽ നമ്മുടെ ഗാൻട്രി ഓപ്പറേറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ കപ്പലിൻ്റെ ചില സ്ട്രക്ചറൊക്കെ ഡാമേജ് വരുത്തുന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡ്യൂട്ടി ഓഫീസർ എന്നെ രാത്രിയിൽ തന്നെ കോൾ ചെയ്യും. എപ്പോഴാണോ ഡാമേജ് വരുന്ന ആ സമയത്ത് കോൾ ചെയ്യും. അപ്പോൾ ഞാൻ വന്ന് അതൊക്കെ ചെക്ക് ചെയ്ത് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കണം. കുറേ തലവേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പ്രസംഗിച്ച് വെറുപ്പിക്കുന്നില്ല. രാത്രിയിൽ അടുത്ത പണി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു. വീട്ടിലെ ഫീലോടെ കട്ടക്കാപ്പി കുടിക്കാം. നാക്ക് പൊള്ളി. അപ്പോൾ എനിക്കതിൻ്റെ പുറകെ നടന്ന് ഹലോ, बोलो. हाँ ठीक, किधर आ गया था मैं. ഓക്കെ. അതുപോലെ രാത്രിയിൽ എന്തെങ്കിലും അങ്ങനെ നമുക്ക് ഫ്ലോഗ് ഇപ്പം ചില താങ്ക് യു.